അന സാഹിബുൽ ഖുർആൻ, ഞാൻ നിന്റെ ഖുർആനായ കൂട്ടുകാരനാണ്. എന്റെ പേര് ഖുർആൻ എന്നാണ്. നീ പഠിച്ചത് മുതൽ എന്നെ കൈവിടാറെ കൊണ്ടു നടന്നില്ലേ? നിനക്കെത്ര കൂട്ടുകാരെ കിട്ടിയിട്ടും നീ എന്നെ മറന്നില്ലല്ലോ. എത്ര ബിസിനസ്സുകാരെ കിട്ടിയിട്ടും എന്നെ മറന്നില്ലല്ലോ. എത്ര സൗഹൃദങ്ങൾ ഉണ്ടായിട്ടും എന്നെ കൈവടിഞ്ഞില്ലല്ലോ, എന്നെ കൈവടിഞ്ഞില്ലല്ലോ. ആ കൂട്ടുകാരനാണടാ, ആ കൂട്ടുകാരനാണടാ. ഇന്ന് നിന്റെ കബറിന്റെ കപ്പ് ഞാനുണ്ട്, നീ പേടിക്കണ്ട. എത്ര വിഷമം വന്നപ്പോഴും നീ എന്നെ ഓർത്തവനല്ലേ? എത്ര സന്തോഷം വന്നപ്പോഴും നീ എന്നെ കൊണ്ടു നടന്നവനല്ലേ? നിന്റെ നാട്ടിലുള്ള പലരും എന്നെ ഉപയോഗിച്ചത് പുനരാവാസത്തിന് വേണ്ടിയും ആരെങ്കിലും മരിക്കുമ്പോ പാരായണം ചെയ്യാൻ വേണ്ടിയും മാത്രമായിരുന്നെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴും എന്നെ സ്നേഹിച്ച കൂട്ടുകാരാ, നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റെങ്കിലും എനിക്ക് മുത്തം തരാൻ സമയം ചെലവഴിച്ച കൂട്ടുകാരാ, പലരും എന്നെ വീട്ടിന്റെ കപ്പിട്ട് ചവിട്ടിത്തേക്കുമ്പോ, പലരും എന്നെ വീട്ടിന്റെ കപ്പ് എടുക്കാൻ ചരക്കായി വലിച്ചെറിയുമ്പോ എനിക്ക് പ്രധാനപ്പെട്ട സ്ഥലം തന്ന വീട്ടിന്റെ മുകളിൽ എനിക്ക് സ്ഥാനം തന്ന കൂട്ടുകാരാ, ഞാനുണ്ടടാ, ഞാനുണ്ടടാ, ഞാനുണ്ടടാ. ഒരു മുൻകരുതി കീർണയും നീ പേടിക്കണ്ട. ഒരു നരകത്തിന്റെ വീക്കട്ടയും നീ പേടിക്കണ്ട. നിന്നെ ആരും ഈ കബറിന്റെ അകത്ത് ഒന്നും ചെയ്യില്ലടാ. ഞാനുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെ എന്റെ കൊടക് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കോർമ്മയുണ്ടോ? ആ കൂട്ടുകാരനെ എന്റെ കുശാൽ നഗറിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കുണ്ടോ? കഞ്ചാവ് തരുന്ന കൂട്ടുകാരനെ പരിചയമുള്ള ചെറുപ്പക്കാരാ, സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനെ പരിചയമുള്ള ചെറുപ്പക്കാരാ, കള്ളു വാങ്ങി തരുന്ന കൂട്ടുകാരനെ പരിചയമുള്ള കർണാടകയിലെ ചെറുപ്പക്കാരാ, സുന്ദരികളായ കൂട്ടുകാരികളുടെ മനം മയക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ കണ്ട് മതിമറന്ന് ജീവിച്ച എന്റെ കർണാടകയിലെ പൊന്നുമോളെ, സീരിയലിലൂടെ സിനിമയിലൂടെ നൂറുകണക്കായ സുന്ദരി കോതകളെ മനോമുഖരത്തിനകത്ത് ആരാധ്യകളാക്കി കൊണ്ടു നടന്ന പെണ്ണേ, ഈ കൂട്ടുകാരനല്ലേ നമുക്ക് വേണ്ടത്? ഈ കൂട്ടുകാരനല്ലേ ആര് പോയാലും പോകാതെ നമ്മളോടൊപ്പം നിൽക്കുന്നത്? മക്കള് പോയാലും, ഭാര്യ പോയാലും, ഭർത്താവ് പോയാലും, ബന്ധുക്കൾ പോയാലും, സഹോദരങ്ങൾ പോയാലും, കൂടപ്പുറപ്പുകൾ പോയാലും, നാട്ടുകാര് പോയാലും, വീട്ടുകാര് പോയാലും, ആര് പോയാലും പോകാതെ 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 ഇരുട്ടറയുടെ ഉള്ളറയിൽ പുഞ്ചിരിക്കുന്ന പ്രഭ പരത്തി, പ്രകാശം പരത്തി, നിന്നാധിയാകുന്ന മയ്യത്തിന് മുത്തം തന്നുകൊണ്ട് കബറിന്റെ അകത്ത് കാവലിരിക്കുന്ന കൂട്ടുകാരനല്ല. ഇന്ന് ഈ കുശാൽ നഗറിലെ പ്രകാശനം കഴിയുമ്പോ വാല് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരാ, വീട്ടിലേക്ക് ചെന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഒലുവെടുക്കണേ മോനെ. കഴിഞ്ഞ റമളാൻ മാസത്തിൽ മടക്കി വെച്ച നിന്റെ പരിശുദ്ധ ഖുർആൻ, കഴിഞ്ഞ റമളാൻ മാസത്തിൽ അടക്കി വെച്ച നിന്റെ ഖുർആൻ, ആ ഖുർആനൊന്ന് നിവർത്തി വെച്ചിട്ട് ഒരു മുത്തം കൊടുക്കണേ ചെറുപ്പക്കാരാ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഇന്ന് നൗഷാദ് ഉസ്താദിന്റെ വാത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല, എന്നാലുമല്ല ഇനി ഒരു ദിവസം പോലും നിന്നെ ഞാൻ എടുക്കാതെ കിടന്നുറങ്ങൂല്ല. നിന്റെ മനോഹരമായ അക്ഷരങ്ങളുടെ പ്രകാശത്തിന്റെ അല്ലാഹുവിന്റെ വചനാമൃതത്തിന്റെ വഴിത്താരയിലൂടെ സഞ്ചരിക്കാതെ ഞാൻ കിടന്നുറങ്ങൂല അല്ലാ എന്ന് തീരുമാനമെടുക്കണേ ചെറുപ്പക്കാരാ. എന്റെ കുശാൽ നഗറിലെ പെങ്ങളെ, ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ആദ്യം തന്നെ തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ എന്റെ ജീവിതത്തിന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കൂട്ടുകാരൻ അത് അല്ലാഹുവിന്റെ ഖുർആനാ. കാമുകന്മാര് നിനക്ക് വേണ്ട പെങ്ങളെ, ചെറുപ്പക്കാരായ സൗഹൃദങ്ങൾ നിനക്ക് വേണ്ട പെങ്ങളെ, കൂട്ടുകാരികൾ നിനക്ക് വേണ്ട പെങ്ങളെ. നിന്റെ മനസ്സിന്റെ അകത്ത് പ്രകാശം തരുന്ന, നിന്റെ വേദനകളെ മാറ്റിത്തരുന്ന, നീ ഒറ്റപ്പെടുമ്പോ കൂടെ നിൽക്കുന്ന, നിന്റെ അസുഖത്തിന് സമാധാനം തരുന്ന, നിന്റെ ഖൽബിന് പ്രകാശം തരുന്ന ഒരു സുന്ദരിയായ കൂട്ടുകാരനാണ് അല്ലാഹുവിന്റെ
ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അത് റഹ്മത്താണ്, അത് ശിഫായാണ്, അത് സലാമാണ്, അത് ബറക്കത്താണ്, അത് കാവലാണ്, അത് സന്തോഷമാണ്, അത് ആനന്ദമാണ്, അത് ആഹ്ലാദമാണ്, അത് ആവേശമാണ്, അത് ആവേശമാണ്, അത് ആത്മീയതയാണ്, അത് മനസ്സിന്റെ അകത്തെ ഏറ്റവും വലിയ ശക്തിയാണ്. അത് മറക്കല്ലേ എന്റെ കുശാൽ നഗറിൽ വന്ന ഉമ്മത്തേ.